നിനക്ക് കഷ്ടം വന്നത് തീർക്കാനല്ല, ദൈവത്തിൻ്റെ ഉത്തരം തരാനാ. ഒരാമീൻ വരുന്നില്ല. നിന്റെ കൂടാരത്തിനകത്ത് കുറേ വർഷമായിട്ട് ചില നാട്ടുകാർ വരച്ചിട്ട ഒരു ചോദ്യചിഹ്നത്തിൻ്റെ ചിത്രമുണ്ട്. ഈ ദിവസങ്ങളിൽ എഴുതിക്കോ, അതിനുത്തരം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് വരാൻ പോവാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. മതി. ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക് സ്തോത്രം കൊരിന്തിൽ ഇരുന്നു കൊണ്ട് പൗലോസ് ഈ ലേഖനം എഴുതുകയാണ്. തെസ്സലോനിക്ക സഭയുടെ തുടക്കം പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ടൊരു സഭയാണ് തെസ്സലോനിക്ക സഭ. വേദപുസ്തക വെളിപ്പാടിൽ ഒത്തിരി ക്വാളിറ്റിയുള്ളൊരു സഭയാണ് തെസ്സലോനിക്ക സഭ. ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ പറയാം, പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്ന ഒരു സഭ. ഒന്നുകൂടെ പറയാം, എങ്ങനെ? പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്ന ഒരു സഭ. നമ്മൾ പല പല രീതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ് ഇന്നിവിടെ കൂടപ്പെട്ടവർ. അന്യ മതത്തിൽ നിന്ന്, അന്യജാതികളിൽ നിന്ന്, ക്രൈസ്തവരിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവസന്നിധി വന്നവരാണ് നമ്മളല്ല. നമുക്കെല്ലാം ഉണ്ടാകേണ്ട ഒരു വലിയ പ്രത്യേകതയാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. തെസ്സലോനിക്ക സഭ സ്തോത്രം പരിശുദ്ധാത്മ സന്തോഷമുള്ള സഭയായിരുന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? അവനും കാറുണ്ട്, നിനക്കും കാറുണ്ട്. അവനും വീടുണ്ട്, നിനക്കും വീടുണ്ട്. അവൻ്റെ മോനും MBBS പഠിക്കുന്നു, നിൻ്റെ മോളും MBBS പഠിക്കുന്നു. അവൻ്റെ മോനും എൻജിനീയറാണ്, നിൻ്റെ മോനും എൻജിനീയറാണ്. അവനും ബനാറസ് പട്ട് എടുക്കുന്നു, നീയും ബനാറസ് പട്ട് എടുക്കുന്നു. അവനും ലൂയിസ് ഫിലിപ്പ് ഇടുന്നു, നീയും ലൂയിസ് ഫിലിപ്പ് ഇടുന്നു. ഒരു വ്യത്യാസമില്ല. പക്ഷേ അവരും നീയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമാണ്, അവർക്കില്ലാത്തൊരു പരിശുദ്ധാത്മ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, എത്ര പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ സന്തോഷമുണ്ട്? നമ്മൾ മിണ്ടുന്നില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ കരഞ്ഞും സ്തോത്രം നിലവിളിച്ചുകൊണ്ടുമൊക്കെ നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം പരിശുദ്ധാത്മ സന്തോഷത്തോടെ ഈ വചനമൊക്കെ പ്രസംഗിക്കാൻ വരുമ്പം പരിശുദ്ധാത്മ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുക്കമുള്ള നിലത്ത് വിത്ത് വീഴുന്നത് പോലെ വേണം. ഈ ദൈവരാജ്യം ബൈബിളിൽ കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടെ ഇരുത്തി? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മളെ ഇരുത്തി. അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവൻ്റെ ഇപ്പം എവിടെ ഇരിക്കുന്നേ? ഒന്ന് പറഞ്ഞേ. ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് ധന്യനായ പൗലോസ് റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതി, ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ബാക്കി പറയാം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, സ്നാനപ്പെട്ട വ്യക്തിയാണ്, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശത്രു നിങ്ങളുടെ മേൽ ജയമെടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഞാനിന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സാഹചര്യം എത്ര എതിരാണെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പറ. ഹല്ലേലൂയ. നമ്മളന്ന് യോഗത്തിൽ എഴുതുമ്പോൾ, കർത്താവേ എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, അവിടെ മുഴ, ഇവിടെ മുഴ, അവിടെ ദൈവത്തിന് സ്തോത്രം ട്യൂമർ, ഇവിടെ ട്യൂമർ, കർത്താവേ ഒന്ന് തൊടണേ എന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ടൊന്നും ഇരിക്കേണ്ട. സ്തോത്രം. അപ്പോൾ ഒരാൾ ട്യൂമറുള്ള ആൾക്ക് ഇരിക്കുമ്പം ഇപ്പുറത്തിരിക്കുന്ന ആൾ പറയാം, അയ്യോ അവന് ട്യൂമറാ, നിന്നെ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാ, ചെയ്താൽ അതിനെക്കാട്ടി വലിയ ട്യൂമർ നിനക്കുണ്ട്, ടെസ്റ്റ് ചെയ്യാത്തതിനായി സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കണം, ഞാൻ പറയട്ടെ. അപ്പം നമ്മുടെ അകത്ത് എന്തോ ഉണ്ടാകണം. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ സ്തോത്രം സ്തോത്രം പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നവർക്കായിപ്പം സ്തോത്രം. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിരേ, പറ്റുന്നുണ്ടോ? ഉണ്ടോ? പിന്നെ എപ്പോഴും ഇങ്ങനെ അങ്ങ് സങ്കടപ്പെട്ടൊക്കെ മുഖമൊക്കെ കണ്ടാൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖമൊക്കെ നമുക്കറിയാം.
ഇല്ലയോ? എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുക. ഒരു കോടിയുടെ കാറേ ഇരുന്ന് കരയുക, കർത്താവ് കാലിന് മുട്ടി ശരിയാവുമോ? കർത്താവ് ഈ കാറൊക്കെ കൊടുത്ത ദൈവം ഓർക്കുക, എടാ ഇവനൊക്കെ എന്തിനാണ് ഈ കാറ് കൊടുത്തത്? അതേ ഇരുന്നുകൊണ്ട് കരയുക. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാൽ ഈ മൊന വെച്ചുള്ള വർത്താനം നിർത്തണം. എന്തുവാ? ചിലരോട് മിണ്ടാൻ പറ്റുകയില്ല, കൊല്ലാൻ നിൽക്കുക. പണ്ടൊരു ഭാഷ പ്രസംഗിച്ചു, സ്വത്രം സഭായോഗം നടത്തി വെച്ച് വരുന്ന പാസ്റ്റർ മുമ്പിലും കയറ് പൊട്ടിച്ചു വരുന്ന പശുവിന് മുമ്പിലും നിൽക്കരുതെന്ന്. നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ കേട്ടതാ പറയുന്നത്. ചിലരോടിപ്പോൾ ഞാനിന്നാളെ ഒരു പാസ്റ്ററോട് ഒരു കാര്യം സംസാരിക്കുക, പുള്ളി ചാടിക്കടിക്കാൻ വരുമോ, ഇവൻ എങ്ങനെയാണ് ഉപദേശിയായെന്ന് ഞാൻ ഓർക്കുക. ചിലരോട് 3 ദിവസം ഉപവസിച്ചാലേ മിണ്ടാൻ പറ്റൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. മൊനവർത്താനമൊക്കെ നിർത്തിയേച്ച് പുസ്തകം എടുത്തവരാ ഞങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോഴും നീ മൊന വെച്ച് വർത്താനം പറയുന്നെങ്കിൽ നിന്നെ ശുശ്രൂഷയുടെ സ്ഥാനത്ത് കൂട്ടിയിട്ടില്ല, വിശ്വാസയുടെ സ്ഥാനത്ത് ഒട്ടും കൂട്ടിയിട്ടില്ല. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അതിനെ ശ്രദ്ധിച്ച് നിങ്ങളുടെ അകത്ത് ആ പരിശുദ്ധാത്മ സന്തോഷം. ഈ തെസ്സലോനിക്ക ഉള്ളവരെക്കുറിച്ച് ഞാൻ വേദപുസ്തകത്തിൽ ഇച്ചിരി ഗഹനമായിട്ട് പറയാം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക. സ്വതന്ത്രം 1 കോടി രൂപ കിട്ടിയില്ലെങ്കിലും നിൻ്റെ അകത്ത് ആ പരിശുദ്ധാത്മ സന്തോഷം വേണം. നമ്മുടെ അകത്ത് ഈ ആത്മസന്തോഷം വന്നാൽ നമ്മുടെ മോഹതേജസ് അങ്ങ് വർദ്ധിക്കും. നമ്മുടെ അകത്ത് ആത്മസന്തോഷം വന്നാൽ ഹല്ലേലൂയ. ആമീൻ. ഈ പൗലോസ് ഇരുമ്പഴിക്കകത്ത് കടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുക. അതിനകത്തെ പ്രധാന വാക്യം പറയാമോ? കർത്താവിൽ എപ്പോഴും ഞാൻ ചുമ്മാ ചോദിക്കുവാണേ, ഈ നമ്മൾ ഭയങ്കര ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പം നമ്മുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കേസുണ്ട്, സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് നമ്മുടെ നിർദോഷമെല്ലാം. അയ്യോ, എനിക്കോ ശത്രു പോരാടിയതാ. പൗലോസ് ഇരുമ്പഴിക്കകത്ത് കിടന്നുകൊണ്ട് പറയാം, അതെ കർത്താവിൽ ഫിലിപ്പിയ സഭയെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയും സ്തോത്രം വേണം. നിങ്ങളുടെ ഏതാവശ്യം സ്തോത്രത്തോടെ പറ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിൻ്റെ 90% പ്രശ്നം മാറും നീയൊന്ന് സന്തോഷിച്ചാൽ. ഒരാമയും വരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ വാക്കുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് കോമഡി പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുകയല്ല. പക്ഷേ ഞാൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നത് വാക്കുകൊണ്ടല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുന്ന ദിവസങ്ങൾ വരിക. നിന്നെ നിരാശപ്പെടുത്തി സങ്കടപ്പെടുത്തിച്ച് തല കുനിപ്പിച്ച് വിശ്വാസം ത്യജിക്കത്തക്കവണ്ണം ശത്രു നിന്നോട് പോരാടുമ്പോൾ ആത്മാവ് പറയുക, സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ആ പരിശുദ്ധ ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ഓരോരുത്തരെയും നോക്കുക, നിങ്ങളുടെ അകത്ത് ആ പരിശുദ്ധാത്മ സന്തോഷം. ദുഃഖിക്കുന്ന വീട്ടിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. നീ സങ്കടപ്പെട്ടിരിക്കുന്നത് സാത്താൻ ഇഷ്ടമാ, പക്ഷെ നീ സന്തോഷിച്ചിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, നിൻ്റെ വീടിനകത്ത് ആ പരിശുദ്ധാത്മ സന്തോഷം ഉണ്ടാകണം. നിൻ്റെ ബെഡ്റൂമിനകത്ത് ആ പരിശുദ്ധാത്മ സന്തോഷം ഉണ്ടാകണം. നീ സഞ്ചരിക്കുന്ന വണ്ടിയിൽ ആ പരിശുദ്ധാത്മ സന്തോഷം ഉണ്ടാകണം. നീ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ആ ആത്മസന്തോഷം ഉണ്ടാകണം. അതിനെ തടയുന്നതെല്ലാം ദൈവം പൊട്ടിച്ചു കളയട്ടെ. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം. അപ്പം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് എവിടെ ഇരുത്തി? സ്നേഹസ്വരൂപനായ. അപ്പം രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതൽ ഇപ്പം എവിടാ? ടെൻറ്റിലല്ല ഇരിക്കുന്നത്. എവിടാ? ദൈവരാജ്യത്തിലാണ്. പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയോ പറയുക 14:17, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. അപ്പം ഈ രാജ്യത്തിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് എന്താ വേണം? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു സന്ദേശം പറയുക, ഒരിക്കലും നീ സന്തോഷിക്കാതെ വണ്ണം ശത്രു ബന്ധിച്ചിട്ട ബന്ധനങ്ങളെല്ലാം ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടണം. ഈ ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കൽ ഒരു മീറ്റിംഗ് ഇങ്ങനെ നടക്കുവാണേ. അപ്പം ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷമാണ്. എന്താനന്ദം, എനിക്ക് എന്താനന്ദം ഒക്കെ പാടുമ്പം ഞങ്ങളുടെ അടുക്കൽ ഒരാളിരിക്കുക. പുള്ളി ഇങ്ങനെ പാടുന്നൊന്നുമില്ല. പുള്ളി ഇങ്ങനെ എന്താനന്ദം എനിക്ക് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പുള്ളി സ്തോത്രം. ഞാൻ പറഞ്ഞ അച്ഛാ ഒന്ന് സന്തോഷിക്കുക. ഒത്തിരി സന്തോഷിക്കണ്ട, കരയേണ്ടി വരും. ഒത്തിരി ഞാൻ ചോദിച്ചാൽ അത് ഏത് പുസ്തകത്തില്ല? ലൂസിഫറിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ബൈബിളിൽ അങ്ങനെയില്ല.
നമ്മുടെ മനസ്സിലൊരു ചിന്തവാ, സന്തോഷിച്ചാൽ പിന്നെ അങ്ങനില്ല. നിങ്ങൾ സന്തോഷിക്കാനാ ദൈവം വിളിച്ചേക്കുന്നേ. സത്യത്തിൽ നിങ്ങൾക്കറിയാം, കർത്താവ് പറയുന്നത് നമ്മുടെ ഈ സന്തോഷിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ വഹിക്കുന്ന ഭാരം. കർത്താവ് പറയാം, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഒരാമയും വരുന്നില്ല. സത്യത്തിൽ നിന്റെ മുഴുവൻ പ്രശ്നവും അങ്ങോട്ട് ഇട്ടുകൊടുത്തേച്ച് സന്തോഷിച്ച് ജീവിക്കാനാണ് ബൈബിൾ പറയുന്നത്. എത്ര യോഗത്തിന് വന്നിട്ട് നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നത്തെ ആരാധന നിന്നെ സന്തോഷിപ്പിക്കുന്ന ആരാധനയാകട്ടെ. ഈ തെസ്സലോനിക്ക സഭയുടെ തുടക്കം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിലാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കൊണ്ടുവരാം. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. 3 ആഴ്ച പൗലോസ് തെസ്സലോനിക്കയില് തിരുവെഴുത്ത് ആധാരമാക്കി പ്രസംഗിച്ചെന്നല്ല, അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു. പൗലോസിന്റെ വാദം ഈ യേശു തന്നെയാണ് ക്രിസ്തു. ഇതങ്ങോട്ട് വാദിച്ചു. പിന്നെ അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോട് കേട്ടപ്പം വലിയൊരു കൂട്ടം തെസ്സലോനിക്കയിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി. എപ്പോഴും ഓർക്കണം, ഒരു ഭാഗത്ത് വിശ്വാസം ഉയരുമ്പോൾ മറുഭാഗത്ത് അവിശ്വാസവും എഴുന്നേക്കും. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചേ. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി. അപ്പോൾ ഓർത്തോണം, നീ വലിയ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോഴും നിനക്കെതിരെ മെനക്കെട്ട് നടക്കുന്ന ചിലരെ ഇളക്കുന്നവന്മാരുണ്ട്. അവർക്ക് ഒരു പണിയില്ല, എന്തുവാ മെനക്കെട്ട് നടക്കുക. അവർക്ക് ഇങ്ങനെ വാട്സാപ്പ് അയച്ച് ഇളക്കുക, ഫോൺ വിളിച്ചിളക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇളക്കുക. എന്തിനാ? പക്ഷേ നീ എത്ര ഇളകിയാലും തെസ്സലോനിക്കയിൽ സഭ തലപൊക്കിയിരിക്കും. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരികയാ. സ്തോത്രം. ആരേലും ഒക്കെ നിന്റെ കുടുംബത്തെ തകർക്കാൻ ഇളക്കുന്നുണ്ടെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട. ആ ഇളക്കൊന്നും നിന്റെ കുടുംബത്തിൽ ഫലിക്ക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇതുവരെ നടക്കാത്ത കാര്യം ഈ ദിവസങ്ങളെ പ്രാർത്ഥനയിൽ നടക്കാൻ പോവുക. തെസ്സലോനിക്കയിൽ ദൈവത്തിന് സ്തോത്രം. ആമീൻ, ഹല്ലേലൂയ. സഭ ഉടലെടുക്കുക. അടുത്ത ഭാഗം കൂടെ നമ്മളൊന്ന് വായിച്ചേ. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ചുരുക്കി പറയാം, ഭയങ്കര പ്രശ്നമുണ്ടായി. ഈ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ പല പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവും. സുവിശേഷ വേലയിൽ സുഖമുള്ള പണിയൊന്നുമല്ല കേട്ടോ. പ്രതിബന്ധവും പ്രതികൂലവും ഒക്കെ ഉണ്ടാവും. പക്ഷേ വേലയ്ക്ക് ഇറങ്ങുന്ന പോലെയുള്ള കിടക്കുന്ന വിളി ആ പ്രതിസന്ധികളെ ജയിക്കുന്നവരാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം തെസ്സലോനിക്ക സഭയെക്കുറിച്ച് വായിക്കുന്നത്. ഈ സഭയുടെ ഒരു പ്രത്യേകത, അങ്ങനെ തെസ്സലോനിക്ക സഭ രൂപം കൊണ്ടു. ഈ സഭയുടെ ഒരു പ്രത്യേകത നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചാട്ട്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 1:11. സ്തോത്രം. 11 അമ്മേ. 1 തെസ്സലോനിക്കർ കരുതിയ ലേഖനം 1-ാം അധ്യായം 9 വരെയുള്ളൂ. എന്നാൽ 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചേ. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. ഒരു സെക്കൻഡ്. ഹല്ലേലൂയ. അവർ തെസ്സലോനിക്കയുള്ളവരെക്കാൾ, ഞാൻ ആ വാക്യം പറയാം, അവർ തെസ്സലോനിക്കയുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളതല്ലാതെ അങ്ങനെ തന്നെയൊന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു എന്നൊരു വാക്യം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 17:11. 17:11. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഈ ബെരോബയക്കാരെ കുറിച്ച് പറയുകയാണ്, ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാൻ വലിയൊരു കാര്യത്തിലോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിലോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ് വെളിപ്പെടുത്തുന്നത്.
സ്തോത്രം. ഒരു സ്ഥലത്ത് ദൈവവചനം കേട്ടാൽ അത് അങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ ചെന്നൊന്ന് പരിശോധിച്ചു നോക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. വാക്യം ഇതാണ്: കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ദൈവവചനം കേട്ടാൽ തലകുനിക്കേച്ച് പോയാൽ പോരാ, ആ വചനം നമ്മുടെ അകത്ത് വിശ്വാസമായിട്ട് എന്ത് ചെയ്യണം? പരിണമിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം, വചനം വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് നിനക്ക് സൗഖ്യം നടക്കുന്നത്. വചനം വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് നിനക്ക് അത്ഭുതം നടക്കുന്നത്. അപ്പം വചനം കൈക്കൊള്ളുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാ സന്തോഷത്തോടെ. എന്തുവാ ഒന്ന് പറഞ്ഞ എങ്ങനെയാ പരിശുദ്ധാത്മാ? അപ്പം സത്യത്തിൽ എന്താ പറയുന്നത്? വചനം കേൾക്കുന്നവൻ്റെ അകത്ത് എന്തുണ്ടാകണം? ആത്മസന്തോഷം ഉണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ഇന്ന് ഈ ദൂതെടുക്കാൻ കാരണം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞു, ഒരിക്കലും സന്തോഷിക്കാതെ വണ്ണം ശത്രു ചില ഹൃദയങ്ങളെ ബന്ധിച്ചേക്കുക. ഇന്ന് ആ ബന്ധന ഇവിടെ പൊട്ടുവെന്നാ ദൈവം പറഞ്ഞേക്ക്. നിന്റെ വീട്ടിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആരാധനയെ സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഈ ചിലരുമായിട്ടൊക്കെ നമ്മൾ വർത്താനം പറയുമ്പോഴേ അവർക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും അവർക്കൊരു സന്തോഷമില്ല. അച്ഛാ എന്തുകൊണ്ട്? ഇങ്ങനെ അങ്ങ് പോകുന്നു. അമ്മാമ്മ എന്താ പറയുന്നു? നടുവും വയ്യ, കാലും വയ്യ. മോളെന്താ പറയുന്നു? ജോലിയും പോയി. രണ്ടാമത്തെ മോൻ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി, പിള്ളേരും ഇല്ല. കേട്ടോ, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്തോഷവും ഇല്ല. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ പറ്റിയ ഒരു ചെറിയ വിഷമം പോലെ. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തെന്നും. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പം നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണം. അങ്ങനെ സന്തോഷത്തോടെ വേണം വചനം കൈക്കൊള്ളാൻ. അവിടെ തെസ്സലോനിക്ക സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. അപ്പം കഷ്ടം വന്നാലും നമ്മുടെ അകത്തുനിന്ന് എന്ത് പോകരുത്? പരിശുദ്ധാത്മ സന്തോഷം പോകരുത്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, കഷ്ടം നിന്നെ കീഴടക്കരുത്, നീ കഷ്ടത്തെ കീഴടക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എനിക്കെന്തോ ഇവിടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ ദൈവാത്മാവ് പറയുക, നിന്റെ കഷ്ടകാലമൊക്കെ പൊട്ടാൻ സമയമായി. ചില കഷ്ടം വന്നത് തകർക്കാൻ വേണ്ടി അല്ല, ആ കഷ്ടത്തിൽ ഹല്ലേലൂയ, എനിക്കെന്തോ വലിയ ദൈവബോധ്യം കർത്താവ് ഇവിടെ തരിക. ചിലരുടെ ലൈഫിൻ്റെ കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോകുകയാ. സ്തോത്രം, സ്തോത്രം. അവരെക്കുറിച്ച് എനിക്ക് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അപ്പൊ അവരിപ്പോ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? ബഹുകഷ്ടം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ക്രിസ്ത്യാനിയായിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ ദേശത്തിനെ വല്ലാത്ത കഷ്ടത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞാട്ട് നിനക്കൊരു സ്ട്രോങ് ആയ നാമം തന്നിരിക്കുക. ഏത് നാമമാ? യേശുവിൻ്റെ നാമം. വിട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നീ എവിടെ കഷ്ടം സഹിച്ചോ അവിടെ ഈ നാമം ധരിച്ചോണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നമുക്ക് മുറുകെ പിടിക്കാനും നമുക്ക് പറയാനും ആരാധിക്കാനും ഒക്കെ ഒരു നാമം ദൈവം തന്നിരിക്കുക. അത് ഏത് നാമമാ? യേശു ക്രിസ്തുവിൻ്റെ നാമം. ഒന്ന് പറഞ്ഞേ, എന്തുവാണ്? നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്ന ഏത് നാമത്തിലാ? യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഏത് നാമത്തിലാ?
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയുന്നത് ഏത് നാമത്തിലാ? ഇന്ന് പകൽ ആമീൻ 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഓ, യേശുവിൻ്റെ നാമത്തിൽ എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, ഈ നാമത്തിൻ്റെ ശക്തി. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുകയാണ്, സകല നാമത്തിലും മേലായ നാമം അവന് നൽകി. അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. നമ്മൾ ഈ നാമം അങ്ങോട്ട് പറയുമ്പം ചില ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന ഭൂതങ്ങൾ, ഹല്ലേലൂയ, ഈ നാമം അങ്ങോട്ട് പറയുമ്പം ചിലരിൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ അഴിയുന്നത് കാണാം. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഈ നാമമെന്ന് പറഞ്ഞ അഗ്നിയുടെ വാള ഇതിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധ ശക്തികൾ, ഓ ചില നിനക്കൊരു വിടുതലായിരുന്നു. യേശു അവന്റെ ദേഹത്തു നിന്ന് ആ ശക്തി, നിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന വിശ്വരൂപം പുറത്തു വാ, പുറത്തു വാ. അഴിഞ്ഞില്ല. നിന്റെ അകത്തെ വിശ്വരൂപം പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ, ഔട്ട്, ഔട്ട്. അപ്പൊ ഈ നാമം പറയുമ്പോഴാണ്, ഓ ജീസസ്, ഇന്ന് നിനക്ക് വിടുതല. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ കൂടെ വന്ന പുള്ളിയെ ഇവിടെ കത്തിച്ചിട്ടേ വിടത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക, അമ്മ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. ഈ നാമം ധരിക്കാൻ ഒരു നാമം തന്നിരിക്കുക, ധരിക്കാനായിട്ട് ഒരു നാമം തന്നിരിക്കുക. ഈ നാമം ധരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ കർത്താവിന്റെ ദൂത് പറയുക, ഇവിടെ നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട് വരെ ഈ നാമത്തിന്റെ ശക്തി. ഞാൻ ലൈവായിട്ട് ദൈവപ്രവൃത്തി കണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരിക്കൽ കുവൈറ്റിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പം, കുവൈറ്റിൽ നിന്ന് ഞാൻ അവിടെ ഒരു ബിസിനസ്സുകാരൻ കൊല്ലത്തൊരു വീട് വെച്ചിട്ടുണ്ട്. അവിടെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ മാത്രമല്ല, എനിക്കന്നൊരു വെള്ള സ്കോർപ്പിയോയാ. ഞങ്ങൾ 4 പേരാ പ്രാർത്ഥിക്കാൻ പോയെ. മനോഹരമായിട്ടൊരു വീടാ. അദ്ദേഹം കുവൈറ്റിലായിരുന്നു. ഞങ്ങൾ ആ വീടിൻ്റെ ഗേറ്റിനകത്ത് കൊണ്ട് വണ്ടി നിർത്തി. ഞങ്ങളെ സ്വീകരിക്കാൻ ആ പുള്ളി ഇങ്ങനെ കൈ തരാനായിട്ട് ഞങ്ങൾ അടുക്കളോട്ട് വരിക. കിച്ചൻ്റെ സൈഡിൽ ഭയങ്കര നിലവിളി ജോലിക്കാരുടെ. കിച്ചണിൽ കുക്ക് ചെയ്യുന്നവരുണ്ട്, കിച്ചണിൽ സ്തോത്രം മറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്. ഭയങ്കര നിലവിളി, സാറേ ഓടിവായോ എന്നും പറഞ്ഞു. ആ മനുഷ്യൻ കൈ തരാതെ ഓടി. ഞങ്ങളും കൂടെ ഓടി. ആരെങ്കിലും ചത്താവോ മരിച്ചുപോയാന്ന് അറിയത്തില്ലല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ എന്താണെന്നറിയോ, ആ പറമ്പിൽ നിന്ന് 10-20 പാമ്പുകൾ മതില് വഴി കയറി ഓടുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ജീസസ്. ആ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവധിക്ക് വന്നാൽ പകല ഇവിടെ താമസിക്കും, രാത്രി ഹോട്ടലില്ല. ഈ പറമ്പും വീടും മൊത്തം പാമ്പാ. ചോദ്യം, അഭിഷക്തന്മാർ ഒരു സ്ഥലത്ത് കാലുകുത്തിയപ്പം, വചനം മറക്കരുത്, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും.
യേശുവിൻ്റെ നാമത്തിൽ ഈ നാമം ധരിച്ചെന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരാമയും വരുന്നില്ല. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഞാൻ ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ടല്ല കാര്യം. അതിൻ്റെ മീതെ ഞാൻ ധരിച്ചിരിക്കുന്നൊരു നാമമുണ്ട്. ഈ നാമം ധരിച്ചുകൊണ്ട് നിന്റെ ദേശത്ത്, നിന്റെ വീട്ടിൽ നിന്നെ നിർത്തിയിരിക്കുക ദൈവം. ഒരാമയും വരുന്നില്ല. നിന്നെ തകർക്കാൻ എത്രയോ വ്യക്തികൾ എഴുന്നേറ്റവരെല്ലാം പുറകോട്ട് പോയതല്ലാതെ നീ തകർന്നില്ല. കാരണം നീ ധരിച്ചേക്കുന്ന നാമം. ഈ ദൈവമക്കൾ ചില സമയത്ത് ചില കഷ്ടങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. എന്തുവാ? കഷ്ടങ്ങളിലൂടെ. അന്നേരം ഈ ദൈവമക്കൾക്ക് ഈ കഷ്ടമല്ലെന്ന് തോന്നുന്നതിൻ്റെ കാരണമുണ്ട്. 46 സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങളിൽ സാത്താൻ വലിയ കഷ്ടത കൊണ്ടുവന്ന് നിന്നെ തീർക്കാനാ. പക്ഷേ ആ സാത്താൻ നോക്കിയപ്പോൾ ആ കഷ്ടത്തിൽ ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുക. ഒരാമയും വരുന്നില്ല. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. എന്നോട് ദൈവാത്മാവ് പറയുക, നീ ഫേസ് ചെയ്യുന്ന ചില കഷ്ടങ്ങളെ ജയിക്കുവാൻ ഈ ദൈവം നിന്റെ കൂടെ സ്തോത്രം. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് പറ, ആ കഷ്ടങ്ങളെ നമ്മൾ ജയിക്കുമെന്ന് പറ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില ദൈവമക്കൾ പരിശുദ്ധാത്മ സന്തോഷത്തോടെ ചിലതിനെ ഓവർകം ചെയ്യാൻ പോവാ. നിന്റെ അകത്ത് ഈ സന്തോഷം വന്ന് കയറണം. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം, നിത്യതയുടെ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിന്റെ അകത്തളങ്ങളിൽ. ഞാൻ വാസ്തവമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് ചൊവ്വയൊന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? യോഗത്തിരിക്കുമ്പോൾ ചൊവ്വയൊന്ന്. ചില ആൾക്കാരൊക്കെ പറയാം, ബ്രദറെ കഷ്ടത്തിന് വേണ്ടി എന്നെ അങ്ങ് വിളിച്ചേക്കുവാ, ഞാൻ അനുഭവിച്ച് തീർന്നോളാം, ഞാൻ ഉരുകി തീർന്നോളാം. അങ്ങനൊന്നും ബൈബിളിൽ വാക്യമില്ല. അതൊക്കെ ലൂസിഫറിൻ്റെ പുസ്തകത്തിലെ വാക്യ. നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് പറയാം, നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ലെന്ന്. കഷ്ടമല്ല വലുത്, കഷ്ടങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നവനാ വലുത്. ഒരാമയും വരുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാൻ ചോദിക്കുക, യഹൂദ ബാലന്മാരെ പിടിച്ച് എരിയുന്ന തീക്കകത്തിട്ടു. ചോദ്യം, തീയാണോ വലുത്, തീക്കകത്തിറങ്ങിയവനാണോ വലുത്? പറ. തീക്കകത്ത് ഇറങ്ങിയവനാ. അങ്ങനെയാന്ന് ഞാൻ നിങ്ങൾ ചിന്തിച്ചോളം. കഷ്ടം വന്നത് തമ്പുരാൻ നിന്റെ അടുക്കലൊന്ന് ഇറങ്ങാനാ. എബ്രായ ലേഖന കർത്താവ് എഴുതി, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. കെട്ടത് എപ്പോഴാ? ഒരുവൻ ഇറങ്ങി വന്നപ്പോ. നിനക്കെതിരെ ചിലർ ചൂള കൂട്ടുന്നുണ്ട്, പക്ഷെ നീ പേടിക്കരുത്, ആ തീക്ക് ചൂടില്ല. യേശുവിൻ്റെ നാമത്തിൽ. ഈ ചിലരൊക്കെ പറയത്തില്ലയോ, അയ്യോ ഈ പരിശോധനയ്ക്കകത്ത് നീ എങ്ങനെ നിന്നു? ചൂടില്ല ബ്രദറെ. അതെന്നാ കാര്യം? നിങ്ങൾ കാണുന്നില്ല, എൻ്റെ കൂടെ ഒരാൾ ഇറങ്ങി നിൽക്കുക. രാജാവ് ചോദിക്കുക, നമ്മൾ 3 അല്ലയോ ഇട്ടത്, ഇപ്പൊ എത്ര പേരുണ്ട്? 4 4-ാമൻ്റെ രൂപം. ഞാനിത് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ നാട്ടുകാർ കാണാൻ പോവുക നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. നിനക്കെതിരെ കെണി വെച്ചവൻ അറിയാൻ പോവുക നിന്റെ കൂടെ യേശു ഉണ്ടെന്ന്. യേശു എതിലെ കൂടെ പോയാലും ബഥാനിയയിലെ വീട്ടിൽ ചെല്ലും. പെട്ടെന്ന് ബഥാനിയയിലെ വീട്ടിലൊരു മരണം. എന്തുവാ മരണം? കരിങ്കൊടി കെട്ടിയേക്കുന്നു. സ്തോത്രം. സമയമാ രഥത്തിൽ പാടുന്നു. അപ്പോൾ നാട്ടുകാർ വന്നാൽ ഉടനെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യ, യേശു വന്നോ? മെയിൽ അയച്ചിട്ടുണ്ട്, വിവരം അറിയിച്ചിട്ടുണ്ട്, വരുവോ അറിയത്തില്ല. സ്തോത്രം.
ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം പുറകിലത്തെ സീറ്റ് ഇരുന്നവർ പറഞ്ഞു, യേശു യേശു എന്ന് പറഞ്ഞ് ചാവുമായിരുന്നല്ലോ, എവിടെ പോയി നിന്റെ യേശു? സ്തോത്രം. കർത്താവിനെ കഷ്ട ഇച്ചിനോടൊന്ന് മുഴുക്കാൻ നോക്കിയിരിക്കുക. എന്തിനാ? തമ്പുരാനെന്ന് ഇറങ്ങാൻ. ഒന്നാം ദിവസം ദൈവം പറഞ്ഞു സമയമായിട്ടില്ല. രണ്ടാം ദിവസം സമയമായിട്ടില്ല. മൂന്നാം ദിവസം, നാലാം ദിവസം പറയുന്നു സമയമായി, നമുക്ക് പോകാം. നീ എന്തുമാത്രം നിന്ന് സഹിച്ചോ, ആ നിന്ന് സഹിച്ച വീട്ടിൽ നിന്റെ കഷ്ടത്തിൽ നിന്റെ കൂടെ. സ്തോത്രം, സ്തോത്രം. നിന്റെ വീടൊരു നിന്നാപാത്രമായെങ്കിൽ നിന്റെ വീടിനകത്തൊരു മാന്യത വരാൻ പോവുക. ആരോടോ ദൈവം പ്രവചിച്ചു പറയുന്നു, നിന്റെ വീട് ദേശത്ത് ഒരു നിന്നാപാത്രമായെങ്കിൽ ആ സ്ഥിതി പൊട്ടുന്നു. എന്നോട് ദൈവം പറയുക, ഇന്ന് ചില വീടുകളുടെ നിന്ന തമ്പുരാൻ മാറ്റാൻ പോവാ. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞു ഇനി സഹിക്കണ്ട, നിന്റെ കാര്യത്തിൽ തമ്പുരാൻ ഇറങ്ങുക. നിന്റെ ബുദ്ധി തോറ്റെടുത്ത്, അറിവ് തോറ്റെടുത്ത്, കഴിവ് തോറ്റെടുത്ത് നിന്റെ വീട്ടിൽ മാത്രം, ഒരു വീട്ടിലും നടക്കാത്തത്, ഒരു കുടുംബ ഞാനൊരു വെളിപ്പാട് പറയാം. നിന്റെ വീട് ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുക. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ചില ദിവസത്തിനകത്ത് എഴുതിയിട്ടു, ആരുടെ വീട്ടിൽ നടക്കാത്തൊരു സംഭവം നിന്റെ വീട്ടിൽ നടക്കും. അത് യേശു ഇറങ്ങിയെന്ന് നാട്ടുകാർ പറയത്തക്കവണ്ണം, ഓ ജീസസ്, നിന്റെ കഷ്ടകാലം പൊട്ടിയെന്ന് നാട്ടുകാർ അറിയത്തക്കവണ്ണം, നിന്റെ ഗതികേട് കണ്ടോ കണ്ടോ. യെസ്, ദൈവം ചില വീടുകളെ തൊടുകയാ. ഇത്രയും ദിവസം നീ സഹിച്ച നിന്ന അപവാദം, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എഴുതിയിട്ടോ, എന്നോട് ദൈവാത്മാവ് പ്രവചിക്കുക, ഈ പ്രാർത്ഥന കഴിയുമ്പം നിന്റെ വീട്ടിനകത്തുനിന്ന് നിന്ന മാറും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്ന മാറുമെന്ന് പറ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക, നിന്നെ കുറച്ചുപേര് കളിയാക്കിയിട്ടുണ്ട്. നിന്റെ യേശു എവിടെന്ന് ചോദിച്ചിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീ മിണ്ടാതിരുന്നു. നിന്നെ തേടി യേശു വരിക, നിന്റെ വീടിനെ തേടി യേശു വരിക. നിന്റെ വീട്ടിൽ എന്തു നടന്നോ ആ സംഭവം നടന്നിട്ടില്ലെന്ന് ചില മരണദൂതൻ ശാസിക്കപ്പെടുന്നു, ചില മരണശക്തികൾ ശാസിക്കപ്പെടുന്നു. അനർത്ഥങ്ങളുടെ വ്യാപാരങ്ങൾ ജീസസ്. നിന്റെ അപ്പന്മാരുടെ കാലത്ത് കേൾവിയില്ലാത്ത ചില അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. ഞാൻ വചനത്തിന് വെളിപ്പാട് പറയുക. റബല ബടബല ബടബല. ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടാനാ. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുക. ഗ്ലോറി, നിന്റെ വീട്, നിന്റെ ഭവനം, ജീസസ്, നിന്റെ ഭവനം വ്യത്യസ്തമാകാൻ പോവുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, കുറച്ച് ദിവസമായിട്ട് നിന്ന കേട്ടിട്ട് നിനക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ലാസർ മരിച്ചു, അടക്കവും കഴിഞ്ഞു. നിന്റെ വാ ദിവസം അടപ്പിച്ചു. പക്ഷേ ദിവസം കഴിയുമ്പോൾ നീ നോക്കിക്കോണം, നിനക്കെതിരെ തുറന്ന വായെല്ലാം അടയും. അന്ന് നിന്റെ വാ തുറക്കും, അന്ന് നിന്റെ കൊമ്പ് ബഹുമാനത്തോട് ഉയരും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യത്തിന്, നിർജീവമായി കിടക്കുന്ന ചില വിഷയത്തിനകത്ത്, നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയത്തിനകത്ത്, അപമാനിക്കപ്പെട്ട് അപ്പോൾ കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത കാണാതറിയാവുന്ന ഒരു വാക്കി കൂടെ പറയാം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളട്ടെ.
യഹോവ, യഹോവ ഒന്ന് പറഞ്ഞേ. കഷ്ടകാലത്ത് നിനക്ക് കഷ്ടം വന്നത് തീർക്കാനല്ല, ദൈവത്തിൻ്റെ ഉത്തരം തരാനാ. ഒരാമയും വരുന്നില്ല. നിന്റെ കൂടാരത്തിനകത്ത് കുറേ വർഷമായിട്ട് ചില നാട്ടുകാർ വരച്ചിട്ട ഒരു ചോദ്യചിഹ്നത്തിൻ്റെ ചിത്രമുണ്ട്. ഈ ദിവസങ്ങളിൽ എഴുതിക്കോ, അതിനുത്തരം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് വരാൻ പോവാ. എത്ര പേരാമയും പറയും? ഏതു ദേശത്ത് നീ കഷ്ടം സഹിച്ചോ, ചില വീടുകൾക്കകത്ത് ദൈവദൂതന്മാരിടങ്ങി നടക്കുന്നു. ചില സന്തതികൾ ദൈവശബ്ദം കേൾക്കാൻ പോവുക. ചില തലമുറ ആരാധിക്കണമെങ്കിലൊന്ന് ആരാധിച്ചോ, റബന കൈ അടിക്കണമെങ്കിലൊന്ന് അടിച്ചോ, സ്തോത്രം ചെയ്യണേ ചെയ്തോ. യെസ്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ യഹോവ ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, കഷ്ടകാലത്ത് അവൻ നിനക്ക് ഉത്തരമരുളും. അടുത്ത കേട്ടോ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചില കഷ്ടകാലം വന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഒറ്റപ്പെടല്ല ഏറ്റവും. യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, മാറോട് ചാരിയതിനേക്കാൾ കൂടുതൽ ശബ്ദം കേട്ടത് പത്മോസി വീണപ്പള. കണ്ടോ, മിണ്ടുന്നില്ല. എഴുതിയാ തീരുന്നില്ല യോഹന്നാന്. എന്താ, അതുപോലെ ശബ്ദമാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ പറയുന്നത് എഴുതുക, ഇപ്പോൾ എഴുതുക. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ. യോഹന്നാനെ ഇരുത്തി എഴുതിപ്പിക്കുക. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ഹല്ലേലൂയ. കഷ്ടം വന്നത് ദൈവത്തിന് സംസാരിക്കാനാ, നിന്നെ തീർക്കാനല്ല. അതൊന്നും നിന്നെ തീർക്കത്തില്ല. കഷ്ടമല്ലാതിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അതിനകത്തൊന്ന് വിടുതൽ തരിക. ഒരു വെളിപ്പാടുകൂടെ അതിനകത്ത് പറയാം. സ്തോത്രം. യെശയ്യാ പ്രവചനം എടുത്തേ, 30-ാം അധ്യായം. ഹല്ലേലൂയ. 20-21 വാക്യങ്ങൾ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് പ്രവചിക്കുക. ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏറ്റവും അങ്ങേ അറ്റത്തിരിക്കുന്ന അങ്കിളൊന്ന് എഴുന്നേക്കാവോ? അച്ഛൻ തന്നെ. അച്ഛൻ്റെ തലയ്ക്കു മുകളിൽ ഈ വാക്യം 1000 ട്യൂബിലൈറ്റ് കത്തുന്ന പോലെ ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. നിന്റെ കാര്യത്തിൽ ദൈവം എഴുന്നേക്കാൻ പോവാ. നിന്റെ കുടുംബത്തിൻ്റെ എനിക്ക് നിന്റെ ഭവനത്തിനകത്തിറങ്ങി ഒരസാധാരണ കാര്യം ചെയ്യാനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നിന്റെ കൂടെ ദൈവമുണ്ടെന്നും നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും, ഗ്ലോറി, മറ്റുള്ളവർ അറിയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൽ അയക്കാൻ ദൈവം ആഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളോ? 2 പേരും എഴുന്നേച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അതുകൊണ്ട് അവിടെ വരെ ഒന്ന് പോകും. ഈ സമയത്ത് ശുശ്രൂഷകന്മാർ സ്റ്റേജിൽ വരേണ്ടവർ സ്റ്റേജിൽ വരണം. ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുക. ഗ്ലോറി. എനിക്ക് ദൈവാത്മാവ് ഒരു കാഴ്ച കാണുക. ശരീരത്ത് രോഗങ്ങളുള്ളവർ ഇപ്പോൾ ആ രോഗമുള്ള ഭാഗത്ത് ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു മരുന്നുമില്ലാതെ നിങ്ങൾ സൗഖ്യമാകുന്ന ദിവസങ്ങൾ വരുക. എനിക്കറിയാം, ഭയങ്കര ദൈവകൃപയുടെ വ്യാപരിക്കുക. ശമന അർത്ഥക പ്രഭാതന. ഹല്ലേലൂയ. ഞാൻ ഇവനോട് വന്ന് ചോദിച്ചു പോകും പറയാം, എനിക്ക് ആമവാദമാണ്. 2 വർഷമായി എൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല. ആ ആമവാദം കൊണ്ട് തളർന്നു പോയ കൈ ഒന്ന് പൊക്കിപ്പിടിച്ചേ, അങ്ങോട്ടൊന്ന് തിരിഞ്ഞൊന്ന് കാണിച്ചേ. യെസ്, ആമവാദം കൊണ്ട് തളർന്നു പോയ 2 വർഷമായ കയ്യയാ. യെസ്,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനാകുന്നു മാത്രം, അങ്ങേക്കു തുല്യനാകുന്നു മാത്രം. എത്ര വർഷമായി? എന്നോട് അവിടെ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരാക്സിഡന്റിൽ ഇവന്റെ 2 ഭാഗങ്ങൾ തകർക്കപ്പെട്ടിരിക്കുക. ഞാൻ ഇവന്റെ അടുക്കൽ വന്നപ്പോൾ ഇവൻ പറഞ്ഞു, ഇവന്റെ കാലും കയ്യും ആക്സിഡന്റിൽ തകർന്നു പോയി. ഇപ്പോ ആ കൈ പൊക്കുന്ന പോലെ ഈ കൈ പൊക്കാൻ പറ്റത്തില്ല, അല്ലേ? പറ്റില്ല. യേശുവേ, നിങ്ങളുടെ കയ്യെ കർത്താവ് പിടിക്കുന്നത് കണ്ടോണ്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത്. എൻ്റെ കൈക്ക് അതിന് ശക്തിയൊന്നുമില്ല, പക്ഷെ കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചാൽ, യേശുവേ, യേശുവേ, ആ കയ്യെ ദൈവം തൊടട്ടെ, തൊടട്ടെ. ഈ സമയത്ത് ആർക്കൊക്കെ രോഗസൗഖ്യം വേണോ ദൈവം തരുന്നേ, യേശുവിന്റെ നാമത്തിൽ. യെസ്, ഇനി ഞാൻ കൈയെടുക്കുക, ബാക്കി കർത്താവാ. യേശുവേ, യേശുവേ, നിന്റെ കയ്യാൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. യെസ്, ജീസസ്. ഉയരട്ടെ ആ കൈ, ഉയരട്ടെ ആ കൈ, പിന്നെ ഉയരട്ടെ. ജീസസ്. ധൈര്യമായി, 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 ധൈര്യമായി. ഇല്ല, ഇനിയും ഉയരും, ഇനിയും ഉയരും. മറ്റേ കൈ കൂടെ ഉയർത്തിപ്പിടിച്ചാൽ 2 കൈ. യെസ്, ഉയരട്ടെ, ഉയരട്ടെ, ഈ കരം ഉയരട്ടെ. ഓ റബസ്താര, സൗഖ്യത്തിന്റെ കരം. ഒന്ന് താട്ടത്ത് ഉയർത്തി കാണിച്ച്, താത്തിട്ടിട്ട് ഉയർത്തി കാണിച്ച്. പിന്നെ പൊങ്ങട്ടെ. ഇപ്പോൾ ഉയർന്നോ? എത്ര നാളുകൊണ്ട് കഴിയത്തില്ലായിരുന്നു? 6 മാസമായി. 6 മാസമായി ആക്സിഡന്റിൽ ഈ തളർന്ന കൈയാണ് നിങ്ങളുടെ മുമ്പിൽ യേശു സൗഖ്യമാക്കിയത്. ആ കൈ ഒന്ന് വീശി കാണിച്ചാൽ അവരെ. യെസ്, കണ്ടോ? അനങ്ങത്തില്ലെന്ന് പറഞ്ഞ ആ കൈയാണ് നിങ്ങളുടെ മുമ്പിൽ റൗണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഉയർത്തി കാണിച്ചേ. യേശു, നല്ലൊരാമയും പറഞ്ഞേ, നല്ലൊരാമയും പറഞ്ഞേ. വേണ്ട, വെള്ള സ്കാഫ് ഇട്ട അപ്പുറത്തിരിക്കുന്ന ആൻറ്റിയെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ. നിന്റെ ഈ കഴുത്തിന് ചുറ്റും ഇത്രയും ഭാഗത്ത് ഒരു പ്രശ്നമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം അവിടെ ഒരു വേദനയും ഒരു വീർപ്പും. അറിയാവോ? എത്ര നാളായിട്ടുണ്ട്? 6 വർഷമായിട്ടുണ്ട്. അടുത്ത 6 മിനിറ്റ് കൊണ്ട് സൗഖ്യമാകട്ടെ.
ഇവിടെ ഉണ്ടായിരുന്ന മുഴ ഇപ്പൊ അവിടെ ഉണ്ടോ? ഇല്ല. ആളുപോലുമില്ല. നിങ്ങളുടെ ഇടയിൽ യേശു, നിങ്ങളുടെ ഇടയിൽ യേശു, നിങ്ങളുടെ നടുവിൽ യേശു. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ. ഹല്ലേലൂയ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ആ ആൻറ്റിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. 6 വർഷം അവൻ അനുഭവിച്ച ദുരിതം അവർക്കേ അറിയത്തുള്ളൂ. അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് Yes, yes. അതുകൊണ്ട് അവിടെ പുറകില് ഒരു മോളിരിപ്പുണ്ട്, തലേ കൂടെ ഷാൾ ഇട്ടുകൊണ്ട്. ആ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നേ. കർത്താവേ, ദൈവം ഒരാളെ നിന്റെ വലത്തെ ചെവിയിൽ അവിടുന്ന് താഴോട്ട് ഈ നമ്മൾ എഴഞ്ഞു നടക്കുന്ന അരണയുണ്ടല്ലോ, ആ നീളത്തിൽ ഒരു സാധനം കിടപ്പുണ്ട്. ഉണ്ടോ? എത്ര നാളായിട്ടുണ്ട്? 2 മാസം. അത് നിമിത്തം ഇച്ചിരി പേടിയുണ്ട്. തൊട്ടാൽ ഇങ്ങനെ നെടുനീളത്തിൽ അത് കിടക്കുന്നത് ആണോ? The name of Jesus. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു Yes. നിങ്ങളെല്ലാം ഒന്ന് കാണാനാ. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ജീസസ് അടുത്ത ആഴ്ച ഇത് സർജറിക്ക് ഡേറ്റ് എടുത്തേക്കുമായിരുന്നു. ഇവിടെ വരുമ്പോഴും അതുണ്ടായിരുന്നു. ഇപ്പോഴോ ഒരു പാടുപോലും. നീ വാഗ്ദത്തമുള്ളവളാ. നിന്റെ ചരിത്രം തിരുത്തുന്ന ഒരു അഭിഷേകം. അപ്പൊ ഇനി നമുക്ക് ഓപ്പറേഷൻ വേണ്ട. ആര് ചെയ്തു? യേശുവപ്പൻ ചെയ്തു. നീ ഇവൾ ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ ടെന്റിന്റെ മൂലക്കിരുന്നതാ. പക്ഷെ യേശുവിന് ഇവളെ അതുപോലെ ഇഷ്ടമായി. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനാൻ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങേക്കു തുല്യനാൻ അങ്ങു മാത്രം. ഇനി സത്യത്തിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കണം എന്നൊക്കെ വിചാരിച്ചാ വന്നേ. പരിശുദ്ധാത്മ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടാൽ ഉണ്ടാകുന്ന വിടുതൽ പറയാനാ വന്നേ. അത് അടുത്തൊരു ദിവസം പറയാം. എനിക്ക് തരുന്നൊരു വലിയ ബോധ്യം കൂടെ നിന്നോട് പറയാം. കഷ്ടം വന്നത് തകർക്കാനല്ല, Yes, yes.
അടുത്ത തുണയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ചില വീട് ദേശത്ത് ദൈവം എടുത്ത് കാണിക്കാൻ പോകും. നിന്റെ വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പം ആൾക്കാർ ചോദിക്കുക, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയ നിന്റെ വീട്ടിൽ എന്തുവാ ഇത്ര സംഭവം? അടുത്ത ദിവസങ്ങളിൽ അതേ തിരിച്ചു പറയും. നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി നടക്കുന്നെന്ന്. എനിക്ക് ഹോളി സ്പിരിറ്റ് തരുന്നൊരു ബോധ്യം, ഇനി ഇതിനകത്ത് ആൾക്കാർ സൗഖ്യമാവും. ചിലരുടെ ഫ്യൂച്ചറിനെതിരെയുള്ള ബ്ലോക്ക് ഇന്ന് ദൈവം റിലീസ് ചെയ്യും. ഇന്ന് തൊട്ട് 14 ദിവസം തികയുന്നതിന് മുമ്പ് നിന്റെ വഴി ഓപ്പൺ ആയി എന്ന വാർത്ത. ഞാനൊരു കാര്യം പറയാം അച്ഛാ, ആള് പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങളെ ഫ്രീ ആക്കി വിടുക. നിങ്ങളുടെ അകത്തൊരു ബിസിനസ്സുകാരൻ കിടപ്പുണ്ട്. നിങ്ങൾ പോകും, ഒരു രാജ്യത്ത് പോയി നിങ്ങൾ കൈവിട്ട എല്ലാ അനുഗ്രഹവും തിരിച്ചു പിടിച്ചോണ്ട് നിങ്ങൾ വരും. ഈ സ്റ്റേജിൽ വന്ന് സാക്ഷി പറയും, ദൈവം നീ ഇവിടെ കൈ ഉയർത്തിയപ്പോൾ നിന്റെ പ്രോപ്പർട്ടിക്കകത്ത് വരെ ചില ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് തൊട്ട് 14 ദിവസത്തിനകത്ത് നിന്റെ വഴി ഓപ്പണായ വാർത്ത. ഞാൻ 14 എന്നൊരക്ക ഇതിനകത്ത് തീ നിറത്തിൽ കാണുക. ഞാൻ പറയുന്നതെല്ലാം വെളിപ്പാടല്ല. ഞാൻ പ്രസംഗിച്ച ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് വെളിപ്പാട് കിട്ടിയില്ല, ഞാൻ പ്രസംഗിച്ചിരിക്കത്തേ ഉള്ളൂ. 1000കണക്കിന് ദിവസം ഞാൻ പ്രസംഗിച്ചു മാത്രം ഇരുന്നിട്ടുണ്ട് ഈ വേദിയിൽ. പക്ഷെ വെളിപ്പാട് തന്നാൽ ഞാൻ പ്രസംഗം നിർത്തും. എനിക്ക് പിന്നെ വെളിപ്പാടാ പറയാനുള്ളത്. ഒരു ചോദ്യം മാത്രം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പരിശുദ്ധാത്മ സന്തോഷത്തോടെ ജീവിക്കാൻ? ആഗ്രഹമുണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് കരഞ്ഞുകൊണ്ട് ജീവിക്കണ്ട. എങ്ങനെ ജീവിക്കണം? പരിശുദ്ധാത്മ സന്തോഷത്തോടെ ജീവിക്കണം. അതിനൊരു വഴി കർത്താവ് ഒരുക്കാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു ബ്രേക്ക് ത്രൂ. ഇനി നിന്നെ രോഗമൊക്കെ പറഞ്ഞ് ചില ദുഷ്ടശക്തി ഇളക്കുന്നുണ്ട്. മാറിപ്പോയി പണി നോക്കണമെന്ന് പറയണം. ഞങ്ങളുടെ അകത്തെ സന്തോഷം. പൊട്ടട്ടെ, ആ ബന്ധനങ്ങൾ പൊട്ടട്ടെ. ഹൃദയത്തെ ബന്ധിച്ചേക്കല്ലേ. പൊട്ടട്ടെ, 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 പൊട്ടട്ടെ. ശുശ്രൂഷ പൊട്ടട്ടെ, അത് പൊട്ടട്ടെ. ആ സന്തോഷത്തെ കെടുത്തുന്ന ആ സ്പിരിറ്റ് പൊട്ടട്ടെ, അത് പൊട്ടട്ടെ, അത് പൊട്ടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
തൊട്ട് നിന്റെ ഹൃദയത്തെ ഇനി സാത്താൻ ദണ്ണിപ്പിക്കത്തില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ദൂത പറഞ്ഞേ, പല പല കാരണങ്ങൾ കൊണ്ടിട്ട് സന്തോഷിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ നിന്റെ ഹൃദയത്തെ ദണ്ണിപ്പിച്ച ആ ശത്രുവിനെ Jesus. Amen. Shatarasiatarasi. Oriba shakabaramana. Uramana dori balaga shatoriasiatara. Uramana ham shagalamatunaragadadara. Uramana ham dori bala shabalagadanadara. Oribigashe. Hallelujah. Hallelujah. Jesus. മൊത്തത്തിൽ വിടുതല, മൊത്തത്തിൽ വിടുതല. Amen. എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു, മൊത്തത്തിൽ വിടുതല. Yes. മൊത്തത്തിൽ വിടുതല. മൊത്തത്തിൽ വിടുതല. Amen. 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 ഒരു കാര്യത്തിലല്ല, നിന്റെ ഹൃദയത്തെ ആര് ബന്ധിച്ചോ സന്തോഷിക്കാൻ കഴിയാതെ, വിടുതല, നിനക്ക് വിടുതല. ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് തൃപ്തിപ്പെട്ടിട്ടൊന്നും നിർത്തുവല്ല, ഭയങ്കര ചൂടാ. പെട്ടെന്ന് AC ചർച്ചോട്ടാകണം, നിർത്തുവാ. പക്ഷെ ഇന്നിവിടുന്ന് പോകുമ്പോൾ നീ പറഞ്ഞുകൊണ്ട് പോണം, എന്റെ ഹൃദയം ഇനി ദണ്ണിപ്പിക്കാൻ പറ്റുന്നു. ബൈബിള് പറയുന്ന ദൈവരാജ്യത്തിന്റെ സന്തോഷം എൻ്റെ അകത്ത് വാഴണം. റെഡിയാണോ സ്വീകരിക്കാൻ? നിങ്ങൾ റെഡിയാണോ സ്വീകരിക്കാൻ? അപ്പൊ എന്നോട് ദൈവം പറയും, ചില ഹൃദയത്തിനകത്തെ ദണ്ണിപ്പിക്കുന്ന ദുഷ്ടശക്തി